ഇപ്പോൾ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സസ്പെൻഷനിൽ ഒതുക്കുകയാണോ നടപടി? അല്ല, ഒതുക്കുന്നതല്ലോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുക്കാവുന്ന ഏറ്റവും ശക്തി നടപടികളില്ലേ. ഇത് ഒന്നാം നടപടിയല്ലല്ലോ, രണ്ടാമത്തെ നടപടിയല്ലേ. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലേ? അത് രാജിവെച്ച് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടില്ലേ? പാർട്ടിക്കകത്തു നിന്നൊരു നടപടി വന്നില്ലേ? അപ്പൊ പാർട്ടിക്കകത്ത് ഒരു മോറൽ സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ ലക്ഷണം കണ്ടാൽ അതിനോട് ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ല എന്നൊരു നിലപാടല്ലേ പാർട്ടി എടുത്തിട്ടുള്ളത്. പക്ഷേ ഒരു രാജി അനിവാര്യമായ ഒരു സിറ്റുവേഷൻ അല്ലേ? അത്രയധികം ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ രാഹുലിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. അതൊക്കെ അന്വേഷണത്തിന് ശേഷം തീരുമാനിക്കേണ്ട കാര്യമല്ലേ. പ്രാഥമികമായി നമ്മുടെ മുമ്പിൽ വന്നുപെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ ഒരു പാർട്ടി നടത്തിയിരിക്കുകയാണ്. അതിന് ചെറുതാണ് എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ? ശരി, എന്തായാലും ഇതിലിപ്പോൾ സസ്പെൻഷൻ മതി എന്ന തീരുമാനത്തിൽ എത്തിച്ചേരാൻ കാരണമായത് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായേക്കാം എന്ന ഒരു നിയമോപദേശം തന്നെയാണോ? അല്ല, അതെല്ലാം വ്യാഖ്യാനങ്ങളാണ്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഒരു നിലപാട് വന്നു കഴിഞ്ഞാൽ, ഞങ്ങളുടെ പാർട്ടിക്ക് നിരക്കാത്ത ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ കാര്യത്തിനകത്ത് മുഖം നോക്കാതെ നടപടിയെടുത്ത് മുന്നോട്ട് പോകുന്ന പാരമ്പര്യമുണ്ട്. അത് മുന്നോട്ട് ഇനിയും പോവുകയും ചെയ്യും. ശരി, എന്തായാലും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മാതൃകാപരമായ ഒരു നടപടി ഉണ്ടാകും എന്നാണ്. ഈ സസ്പെൻഷൻ ആ മാതൃകാപരമായ നടപടി എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. അത് ആദ്യത്തെ നടപടി എടുത്തു. ഇനിയിപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഒരു ദിവസം കൊണ്ട് പറയാൻ പറ്റുന്നതല്ലോ. അതുകൊണ്ട് ഭംഗിയായിട്ട് കൃത്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ചെയ്യേണ്ട പരിപൂർണമായ അന്തസ്സ് പാലിച്ചുകൊണ്ടാണ് ഈ നടപടികളെല്ലാം വന്നിട്ടുള്ളത്. ശരി, ഇതിൽ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പരാതി എന്ന രീതിയിൽ പറയുന്നുണ്ടായിരുന്നു തന്നെ വേണ്ട വിധത്തിൽ കേട്ടിട്ടില്ല എന്ന്. അപ്പോൾ ഈ നടപടിക്ക് മുന്നോടിയായി രാഹുലിനെ കേട്ടുകഴിഞ്ഞോ, അതോ ഇനി പറയാനുള്ളതെല്ലാം വിശദമായി തന്നെ പാർട്ടി കേൾക്കുമെന്നാണോ? അതൊക്കെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള ഇഷ്യൂസിനോട് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം. ശരി.